ഡൊണാൾഡ് ട്രംപിന് വഴങ്ങി കൊളംബിയ. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാമെന്ന് അവസാനം കൊളംബിയ അറിയിച്ചതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ അമേരിക്കൻ വിമാനങ്ങൾക്ക് കൊളംബിയ ലാൻഡിംഗ് അനുമതി കൊടുക്കാൻ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കവും രൂക്ഷമായി. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ പരിഹാരമുണ്ടായി എന്നാണ് അമേരിക്കയിൽ നിന്ന് വാർത്ത വരുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുക്കാതിരുന്ന കൊളംബിയയുടെ നടപടിയെ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് നേരിട്ടത്? ആ കാര്യം കൊളംബിയ മുട്ടുമടക്കിയെന്നുള്ള വാർത്തയാണല്ലോ വരുന്നത്. എസ്കെനെ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന US സൈനിക വിമാനങ്ങൾ തിരിച്ചുവിടാനുള്ള കൊളംബിയയുടെ തീരുമാനത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതോടുകൂടി കൊളംബിയക്കെതിരെ ഒരു വ്യാപാര യുദ്ധം തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. കൊളംബിയയ്ക്ക് മേൽ നിരവധി താരിഫുകളും അതുപോലെ ഉപരോധങ്ങളും ഏർപ്പെടുത്തുവാനൊക്കെ ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അടിയന്തരമായി 25% താരിഫ് ഏർപ്പെടുത്തും. ഒരാഴ്ചക്കുള്ളിൽ അത് വേണ്ടി വന്നാൽ 50% ഉയർത്താനും ട്രംപ് തീരുമാനിച്ചു. അതുപോലെ കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തും. അതുപോലെ US കൊളംബിയൻ ഉദ്യോഗസ്ഥരുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയൊക്കെ വിസ റദ്ദാക്കും. ഏറ്റവും ഒടുവിൽ വൈകുന്നേരം ഈ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച വ്യക്തികൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അമേരിക്കൻ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്താൻ കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോ ഉത്തരവിടുകയും ചെയ്തു. ഗസ്റ്റാവോ പറയുന്നത് ഈ പൗരന്മാരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കാതെ സിവിലിയൻ വിമാനങ്ങളിൽ അയച്ചാൽ സ്വീകരിക്കുമെന്നാണ്. അത് ഒടുവിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കൊളംബിയയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നായിരുന്നു വൈറ്റ് ഹൗസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കൊളംബിയയ്ക്ക് മേൽ ഉള്ള ഈ 25% താരിഫുകൾ എന്നാൽ ഈ US ഉപഭോക്താക്കളെയും അല്ലെങ്കിൽ കൊളംബിയൻ കയറ്റുമതിക്കാരെയൊക്കെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതായിരുന്നു. US വേണ്ട കാപ്പിയുടെയൊക്കെ ഏകദേശം 27% ഇറക്കുമതി ചെയ്യുന്നത് കൊളംബിയയിൽ നിന്നാണ്. ഈ ഇറക്കുമതി ഏതാണ്ട് $2 ബില്യൺ അതുപോലെ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമെന്നൊക്കെ വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ കാരണം കൊളംബിയയിലെ സാമ്പത്തിക വിദേശകാര്യ വിദഗ്ധർ ഒറ്റക്കെട്ടായിട്ട് കൊളംബിയൻ ഗവൺമെന്റിനോട് ഈ വിഷയത്തിൽ വലിയ സംയമനം പാലിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ വിഷയം വഷളാകും, അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാക്കരുതെന്ന് മുൻ വിദേശകാര്യ മന്ത്രിമാരും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇരു സർക്കാരുകളുടെയും അംഗീകാരത്തോടെ 2024 124 വിമാനങ്ങൾ അനധികൃത കുടിയേറ്റക്കാരുമായി കൊളംബിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു വിഷയമുള്ളത്, ഈ കൊളംബിയയുടെ പ്രസിഡന്റ് പെട്രോയ്ക്ക് ഡൊണാൾഡ് ട്രംപിനെ പണ്ടേ ഇഷ്ടമില്ല. അത് ഒരു രഹസ്യമൊന്നുമല്ല. അദ്ദേഹം പലതവണ അത് പരസ്യമാക്കിയതാണ്. മുൻകാലങ്ങളിലെ കുടിയേറ്റത്തെയും അതുപോലെ പരിസ്ഥിതിയെയും കുറിച്ചൊക്കെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ ഇദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാരണമായിരിക്കാം ഈ കൊണ്ടും കൊടുത്തുമുള്ള ഇന്നത്തെ ഈ യുദ്ധത്തിന്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.